ഉരുളംതണ്ണി ഗ്രാമപഞ്ചായത്തിൻ്റെ നടുക്കുള്ള ഒരു വലിയ ക്ഷേത്രമാണ് വലിയ കിണാശ്ശേരി ക്ഷേത്രം. കൊടും കാടിന് നടുവിലുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇവിടെ വിവരിക്കുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ സ്ഥലം. ക്ഷേത്രത്തിൽ സമീപത്തുള്ള കാടിൽ ആന വിഹരിക്കുന്ന രംഗം. കൊടുങ്കാടിന് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് ഗോത്രമൂപ്പൻ വിളക്ക് എഴുന്നള്ളിപ്പിച്ചു കൊണ്ടുവരുന്ന ചടങ്ങോടുകൂടിയാണ്. ക്ഷേത്രാചാരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മൂപ്പനും മറ്റ് ആൾക്കാരും കൂടി വിളക്കെഴുന്നള്ളിപ്പിച്ചു കൊണ്ടുവരുന്ന മരവാണ് ഈ കാണുന്നത്. അമ്പലത്തിലേക്കുള്ള വഴിയാണിത്. ഒരു തോട് കുറുകെ കടന്നു വേണം അമ്പലത്തിലേക്ക് വരുവാനായിട്ട്. വരുന്ന എല്ലാവരും കാല് നനച്ച് മുഖം കഴുകി ശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത്. രാത്രികാലങ്ങളിൽ 7 മണി അല്ല 6 മണിക്ക് ശേഷം തന്നെ ഈ ഭാഗങ്ങളിൽ ആനകൾ ഇറങ്ങാറുണ്ട്. ആനകളുടെ വിഹാര കേന്ദ്രമാണ് ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ. വിളക്ക് എഴുന്നള്ളിപ്പിച്ചു കൊണ്ടുവന്ന മൂപ്പൻ വർഷങ്ങളായിട്ട് അടച്ചു വച്ചിരിക്കുന്ന ഒരു കുഴി പോലുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിലെ കല്ലുകൾ എടുത്തു മാറ്റി അതിൽ നിന്ന് ഉള്ളിൽ എപ്പോഴും വെള്ളം കാണും. ആ വെള്ളം 3 തവി എടുത്തിട്ടാണ് ഇവിടെ ദേവിക്കുള്ള പായസം വയ്ക്കുന്നത്. അതിന് മുമ്പോടിയായിട്ടുള്ള ക്ഷേത്രത്തിന് മുമ്പിലുള്ള ഈ ആചാര ചടങ്ങുകളാണ് ഇവർ ഈ കാണിക്കുന്നത്. മൂപ്പൻ്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ മൊത്തവും നടത്തുന്നത്. ആദിവാസികളുടെ ആഹ്ലാദ തിമിർപ്പിൽ ആഘോഷിക്കുകയാണ് അവർ. ഇവിടെ നിന്നും ഒരു ഏകദേശം 300 മീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് മൂപ്പൻ. കല്ലുകൾ എടുത്തു മാറ്റി അടച്ചു വെച്ചിരിക്കുന്ന ആ കുഴി തുറക്കുകയാണ്. കുതിരക്കുളമ്പടി പോലെ 2 കുഴികൾ അവിടെ കാണാം. ഈ കുഴിക്കകത്ത് അവർ ഉള്ള വെള്ളമെടുത്താണ് പായസത്തിന് ആദ്യം ചേർക്കുന്നത്. ആ പായസമാണ് ദേവിക്ക് നിവേദിച്ച് ഇവർ ആഹരിക്കുന്നത്. ഈ ഉത്സവത്തിന് ശേഷം ഇത് മൂടി വയ്ക്കുകയാണ് പതിവ്. അതിന് അടുത്ത വർഷത്തിൽ മാത്രമേ അത് വീണ്ടും തുറക്കുകയുള്ളൂ.
അവിടുത്തെ പൂജ കഴിഞ്ഞതിന് ശേഷം ആ തോട്ടിൽ കുളിക്കുവാനായി പൂജാരി പോയിരിക്കുകയാണ്. കുളിച്ചതിന് ശേഷം പൂജാരി തേങ്ങയും എടുത്ത് അമ്പലത്തിലേക്ക് നേരെ ഓടിപ്പോവുകയാണ് പതിവ്. തേങ്ങയും എടുത്തുകൊണ്ട് പൂജാരി ഓടി വരുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അമ്പലത്തിലേക്ക് ഓടുന്ന ഓട്ടമാണിത്. കൊടുങ്കാടിന് നടുവിലുള്ള ഈ ക്ഷേത്രം മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. രാത്രിയായാൽ ഇവിടെ ആനകളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. ആനകളാണ് ഇവിടെ കൂടുതലും. രാവിലെ ഇവിടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പരിധിയിൽപ്പെട്ടതായതുകൊണ്ട് പക്ഷി നിരീക്ഷകർ ഇവിടെ രാവിലെ വരാറുണ്ട്. ഇതാണ് വലിയ കനാച്ചേരി അമ്പലം. പൂജാരി ഇവിടെ വന്ന് തേങ്ങ ഉടയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ ചടങ്ങുകളാണ് നമ്മൾ ഈ കാണുന്നത്. ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കുവാനുള്ള ട്രെഞ്ച് നിർമ്മിക്കുന്ന സ്ഥലത്ത് ഒരു കൂസലുമില്ലാതെ ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നും പറഞ്ഞ് ഈറ്റ തിന്ന് ആനകൾ കഴിയുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. JCB ഓപ്പറേറ്റർ എടുത്തതാണ് ഈ ദൃശ്യങ്ങൾ. ഈ ഏരിയയിൽ ട്രെഞ്ച് നിർമ്മിച്ചതിന് ശേഷം ഇങ്ങോട്ട് ആനകൾക്ക് ഇറങ്ങുവാൻ സാധിക്കുകയില്ല. ജനവാസ മേഖലയിൽ അവർ ഇറങ്ങുകയില്ല. നിറയെ കൂട്ടമായിട്ടാണ് ആനകൾ വരുന്നത്. 1, 2, 3 ഗ്രൂപ്പുകളായിട്ടാണ് ഈ കാട്ടിലുള്ളിൽ അവർ കഴിയുന്നത്. അവർ പലപ്പോഴും ഗ്രൂപ്പുകൾ ഇറങ്ങാറുണ്ട്. രാത്രികാലമായാൽ ഇവ ജനവാസ മേഖലയിലാണ് മെയിനായിട്ട് ഇറങ്ങി വന്ന് കൃഷിയൊക്കെ നശിപ്പിക്കുന്നതും ജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്നതും. JCB ഡ്രൈവർ പകർത്തിയ ദൃശ്യങ്ങളാണ്. ये
ഇത് ഓടിക്കോ പിടിയാനെയാണ്. കുഴപ്പമില്ല, അതികളൊക്കെ പാവാം. പാവം അതൊരു ഇങ്ങോട്ട് അടി മതി കൂടി നാട്ടിൽ ചാടൻ കേട്ടോ ഓടുന്നിറങ്ങാലോട്ടോ. ഓർഡർ കേട്ടോ ഓടില്ല ഓടുന്നിറങ്ങാലോട്ടോ രാത്രി ചാടിയിട്ടില്ല കേട്ടോ. കത്താതെ പെട്ടെന്ന് ചടുങ്ങി വരും. ചാടി ഓടുന്നിറങ്ങാലോട്ടോ വന്നു കഴിഞ്ഞാൽ. എന്താ പരിപാടി എടുത്ത് നീ പഠിക്കണ്ട. നീ ധൈര്യമായിട്ട് നടക്കും. അതാ വിഷമം വന്നിട്ട് ആത്തങ്ങനെ എന്താ മനസ്സിലുള്ളതാ.